ഇന്നോവ ക്രിസ്റ്റയുടെ AC വെന്റിൽ വരുന്ന പാനൽ ഡാമേജ് ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് മാക്സിമം വണ്ടി 5 വർഷം അടുപ്പിച്ചാകുമ്പോൾ അത് ഡാമേജ് ആകുന്നതാണ്, പൊട്ടിപ്പോകുന്ന ഹീറ്റിന്റെ ഇതുകൊണ്ട് പൊട്ടുന്നതാണ്. ഇത് പാനൽ മാത്രമായിട്ട് തനിயாக വാങ്ങിക്കാൻ കിട്ടും, ഒറിജിനൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ റേറ്റ് എല്ലാം ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് മാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ചെറിയ പീസുകൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തെന്നി എടുത്താൽ മതി. ലോക്ക് പൊട്ടാതെ കെയർഫുൾ ആയിട്ട് സ്ക്രൂ ഡ്രൈവർ പ്രസ് ചെയ്യുമ്പോൾ അത് പൊങ്ങി ഇളകി വരുന്നതാണ്. ഈ വുഡഡ് ഫിനിഷിലുള്ള 3 പീസ് വരും. 3 പീസിനെയും ഫസ്റ്റ് ഇളക്കി മാറ്റുക. ലെഫ്റ്റ് സൈഡായിട്ട് നല്ല നീളത്തിലുള്ള ഒരു പീസ് വരും. അതിനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് പതുക്കെ തെന്നിയാൽ മതി, ഇളകി വരും. ലെഫ്റ്റ് സൈഡ് വുഡൺ പീസ് കുറച്ച് നീളത്തിൽ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ സൈഡും പ്രസ് ചെയ്ത് പൊക്കി വിടണം. അത് കഴിഞ്ഞ് AC കൺട്രോളിന്റെ താഴെയായിട്ട് ഒരു ബ്ലാക്ക് പീസ് വരും. അതിനെയും കൈ വെച്ച് വലിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞ് സ്റ്റീരിയോയുടെ മുകളിൽ വരുന്ന ഫ്രെയിം, അത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇളകി വരും. അത് കഴിഞ്ഞ് നമ്മുടെ മീറ്റർ മോഡിന്റെ മുകളിൽ വരുന്നത്, അത് 2 പീസായിട്ടാണ് വരുന്നത്. അതിനെ നമ്മൾ ഒറ്റ പീസായിട്ട് വലിച്ചെടുക്കാൻ 2 പീസ് ബാക്കിൽ സ്ക്രൂ വരും. അപ്പോൾ നമ്മൾ ഒരു പീസ് മാത്രം വലിച്ചെടുത്താൽ അത് പൊട്ടി വരാണ്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 പീസും ചേർത്തെടുക്കണം, മുകളിലും താഴെയും കൂടെ ചേർത്ത്. അത് കഴിഞ്ഞ് സ്റ്റീരിയോ 4 ബോൾട്ടുകളാക്കി സ്റ്റീരിയോ ഇളക്കി എടുക്കുക. AC കൺട്രോള്, അതും ബോൾട്ടൊന്നും കാണത്തില്ല, വെറുതെ എടുത്താൽ മതി. പിന്നെ മുകളിൽ വരുന്ന കൺസോൾ ബോൾട്ട് 3 സ്ക്രൂ കാണും. 3 സ്ക്രൂ ഇളക്കിയിട്ട് കൺസോൾ ബോക്സിന് ഇളക്കി എടുത്താൽ മതി. ഇനി ആ പാനലിനെ പ്രസ് ചെയ്ത് പൊട്ടിയാണ് ഇരിക്കുന്നത്, ലോക്ക് പൊട്ടിയിരിക്കുന്നത് എല്ലാം എടുത്ത് പ്രസ് ചെയ്ത് വലിച്ചെടുത്താൽ മതിയാവും. പാനൽ സെറ്റ് ഓഫ് ഫ്രണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഒറ്റ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. സമയം അതിൽ വന്നിട്ട് ഹസാർഡും ക്ലോക്കിന്റെ ഇതും വരും. അത് സ്ക്രൂ ഒന്നും കാണത്തില്ല, വെറുതെ പ്രസ് ചെയ്തെടുത്താൽ മതി. അതാണ് പുതിയ പാനല്. MRP റേറ്റ് വരുന്ന 3426 വരുന്ന, സിംഗിളായിട്ട് ഒറ്റ പീസായിട്ട് തന്നെ കിട്ടുന്നു. നമുക്കിത് സെറ്റ് ചെയ്യാം. പുതിയ പാനലിൽ അതിന്റെ ക്ലോക്കും ഹസാർഡ് വരുന്ന സ്വിച്ച് വന്നിട്ട് നമ്മൾ അതിൽ വെറുതെ പ്രസ് ചെയ്ത് ലോക്ക് ചെയ്താൽ മതി. ലോക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ ലോക്കെല്ലാം കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ലെഫ്റ്റ് സൈഡും കറക്റ്റായിട്ട് പാനലിൽ വെച്ച് AC വെന്റ് കറക്റ്റ് സീറ്റിംഗ് ആകുന്നത് പോലെ വെച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്താൽ മതി.
അതിൽ എല്ലാ സൈഡും കറക്റ്റായിട്ട് ലോക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം ചെറിയ സിൽവർ ഷെയ്ഡ് വരുന്ന മൊത്തം കറക്റ്റ് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് കാണും. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ സൗണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് ലോക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ പാനൽ കറക്റ്റായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റിമൂവ് ചെയ്ത എല്ലാ പീസുകളും റിവേഴ്സ് മോഡലിൽ അങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.